ഈ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു സ്വലാത്താണ്, പക്ഷെ പ്രതിഫലം അത്ഭുതപ്പെടുത്തുന്ന പ്രതിഫലമാണ്. അത്രമാത്രം പ്രതിഫലമുള്ള ഒരു സ്വലാത്തിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഒന്നാമത്തെ നേട്ടം, ഈ സ്വലാത്ത് ചൊല്ലിയാൽ അവന്റെയും അവന്റെ മാതാപിതാക്കളുടെയും പാപം അല്ലാഹു പൊറുക്കും. രണ്ട്, ഇത് ഒരു തവണ അവൻ ചൊല്ലിയാൽ, ഒരു ദിവസം ഒരു തവണ ഇത് ചൊല്ലിയാൽ 1000 പ്രഭാതങ്ങൾ 70 മലക്കവന് വേണ്ടി ദുആ ചെയ്യും. മൂന്നാമത്തത് വജബത്ത് ലഹു ശഫാഅത്തി, അവൻ എന്റെ ശുപാർശ നിർബന്ധമാണെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹ്. നാലാമത്തെ കാര്യം, നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സ്വപ്നം എന്താ? മരിക്കുന്നതിന് മുമ്പ് മുത്തുനബി തങ്ങളൊന്ന് സ്വപ്നത്തിൽ കാണാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ. മുത്തുനബി തങ്ങളെ സ്വപ്നത്തിൽ കാണാം, ഉറപ്പ്, മുജറബായി മഹാരഥന്മാർ അനുഭവങ്ങളുടെ എഴുതി വെക്കുന്നു. ഇത് ചൊല്ലി പതിവാക്കിയാൽ സ്വപ്നം കാണുമെന്ന് ഉറപ്പാണ് എന്ന് പറഞ്ഞ അത്ഭുതത്തിന്റെ സ്വലാത്ത്. അഞ്ചാമത്തത്, ഒരുപാട് പ്രയാസങ്ങളുള്ളവർ, കടമുണ്ട്, രോഗമാണ്, പ്രശ്നമാണ്, പ്രതിസന്ധിയാണ്, മക്കളുടെ സ്വഭാവം, കല്യാണം നടക്കണില്ല, വീട് പണി നടക്കണില്ല, വാഹനത്തിന് ഓട്ടമില്ല, ജോലിയില്ല, കഫീല് പ്രശ്നമാണ്, അങ്ങനെ തുടങ്ങി നീറുന്ന വേവുന്ന 100 കണക്കിന് പ്രശ്നങ്ങളിലായിട്ടാണ് നമ്മൾ കഴിഞ്ഞു പോകുന്നത്. ഇൻഷാ അല്ലാഹ് എത്ര വലിയ പ്രയാസമാണെങ്കിലും, എത്ര വലിയ പ്രതിസന്ധിയാണെങ്കിലും, എത്ര വലിയ കടങ്ങളുണ്ടെങ്കിലും ഇൻഷാ അല്ലാഹ് ആ നിയ്യത്തിൽ, ഇന്നമൽ അഅ്മാലു ബിന്നിയ്യത്ത്, ഏതാഗ്രഹമാണോ മനസ്സിലുള്ളത് അത് മനസ്സിൽ വെച്ചുകൊണ്ട് ഈ സ്വലാത്ത് എണ്ണമറ്റും, ഇത്ര എണ്ണോന്നില്ല, കഴിയുന്നത് ചൊല്ലിക്കൊള്ളിൽ, വളരെ ചെറിയ സ്വലാത്താണ്. ആറാമത്തെ നേട്ടം, ഈ സ്വലാത്ത് പതിവാക്കുന്നവർക്ക് ജനങ്ങളുടെ മനസ്സിലൊരു മതിപ്പുണ്ടാകും എന്ന് പറഞ്ഞ പോലെ. ഏഴാമത്തത്, ശത്രുക്കളിൽ നിന്നൊരു രക്ഷയാണ്, ഒരു പ്രൊട്ടക്ഷൻ. ആന്റി വൈറസ് എന്നൊക്കെ പറയുന്നത് പോലെ ആന്റി എനിമി എന്ന് പറഞ്ഞാൽ ശത്രു നമുക്കൊരു കവചം തീർക്കും, ശത്രുക്കളിൽ നിന്നൊരു രക്ഷ നമുക്കുണ്ടാകും. എട്ടാമത്തത്, കണ്ണേറ്, സിഹിർ, അതുപോലെ മാരണം, വിളിദോഷം, അങ്ങനെ തുടങ്ങി പ്രാക്ക്, അങ്ങനെയുള്ള എല്ലാ ഇടങ്ങേറുകളെ തൊട്ട് സംരക്ഷണ കവചമാണ് ഈ സ്വലാത്ത്. എന്തു മഹത്വം നോക്കിയേ. ഒൻപതാമത്തെ സ്വലാത്ത്, ഹാദാ സ്വലാത്തു സക്കാത്ത്, ഇത് സക്കാത്തിന്റെ സ്വലാത്താണ് എന്ന് പറയുന്ന പണ്ഡിതന്മാർ. മഹാനായ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു തആല ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മുത്തുനബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് സ്വതക്ക കൊടുക്കാൻ കഴിയില്ല എങ്കിൽ, സ്വതക്ക കൊടുക്കുക ഒന്നുമില്ല, ഉണ്ടായിട്ടല്ല, പൈസ ഒന്നുമില്ല, പക്ഷെ മനസ്സിൽ വല്ലാത്ത ആഗ്രഹം. എന്റെ ഉമ്മമാരെ, നിങ്ങൾക്ക് പലർക്കും ഉണ്ടാകുന്ന ആഗ്രഹമല്ലേ, പടച്ചോനെ ഒന്ന് സ്വതക്ക കൊടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടല്ലോ, എനിക്ക് പൈസ ഇല്ലല്ലോ, ഇത് നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ? എന്നാൽ ഈ സ്വലാത്ത് ചൊല്ലിയാൽ സ്വതക്ക കൊടുത്ത, സക്കാത്ത് കൊടുത്ത കൂലി നിങ്ങൾക്ക് എഴുതുമെന്ന് നബി തങ്ങൾ പഠിപ്പിച്ച അത്ഭുതത്തിന്റെ സ്വലാത്ത്. പൈസ ഒന്നും കൊടുക്കാനില്ലെങ്കിൽ ഈ സ്വലാത്ത് ചൊല്ലിക്കൊള്ളട്ടെ, സ്വതക്ക കൊടുത്ത കൂലി ഉണ്ടെന്ന് നബി തങ്ങൾ പഠിപ്പിച്ച അത്ഭുതത്തിന്റെ സ്വലാത്ത്. ഏതാണ് ആ സ്വലാത്ത്? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ അബ്ദിക വറസൂലിക വസല്ലി അലൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അത്രേ ഉള്ളൂ. ഒന്നുകൂടി കേട്ടോ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ അബ്ദിക വറസൂലിക വസല്ലി അലൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. ഈ സ്വലാത്ത്